ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 34-ാമത്തെ ശ്ലോകം നോക്കാം. വേദാതിർവേദമാതാ ച പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷര ഏവ ച. വേദാതിർവേദമാതാ. വേദാതിർ വേദങ്ങൾ ആദിയായിട്ടുള്ള എല്ലാത്തിൻ്റെയും വേദമാത. ഇവിടെ രണ്ട് വാക്കുകളുണ്ട്, വേദാദിഹി വേദമാത. വേദാദിഹി എന്ന് പറഞ്ഞാൽ വേദങ്ങളുടെ എല്ലാം ആദിയായിട്ടുള്ളത്. ഈ വേദങ്ങളുടെ എല്ലാം ആദിയായിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നത് പ്രണവമന്ത്രത്തെയാണ്, ഓംകാരത്തെയാണ്. അങ്ങനെയുള്ള ആ ഓംകാരം, ആ പ്രണവമന്ത്രം, പിന്നെയോ വേദമാത, വേദങ്ങളുടെ എല്ലാം മാതാവായി കണക്കാക്കപ്പെടുന്നതാകട്ടെ ഗായത്രി മന്ത്രത്തെയുമാണ്. അപ്പോൾ ഈ പ്രണവവും ഓംകാരമന്ത്രവും പിന്നെയോ ച പൗരുഷം സൂക്തമേവ ച, പൗരുഷം സൂക്തമേവ. പൗരുഷം സൂക്തം എന്ന് പറഞ്ഞാൽ പുരുഷ സൂക്തം നമുക്കറിയാം, വളരെ വിശേഷമായിട്ടുള്ളതാണ്. ഭഗവാനെ സ്തുതിക്കുവാൻ ഏറ്റവും ഉത്തമമായിട്ട് ആചാര്യന്മാർ പറയുന്ന ഒന്നാണ് പുരുഷ സൂക്തം. അങ്ങനെയുള്ള ആ പുരുഷ സൂക്തം തുടങ്ങിയവയും പിന്നെയോ ത്രയീ ഭാഗവതം ചൈവ, 3, ഇവിടെ ത്രയീ എന്നുദ്ദേശിച്ചിരിക്കുന്നത് 3 വേദങ്ങളെയാണ്. അതായത് സാമവേദം, ഋഗ്വേദം, യജുർവേദം, ഈ 3 വേദങ്ങളെയും ഇവയെല്ലാം തന്നെയും ഭാഗവതം ചൈവ, ഭാഗവതം എന്ന് പറയുന്നത് ഈ ശ്രീമദ് ഭാഗവതം, പിന്നെയോ ചൈവ ഭാഗവതം, ഈ ശ്രീമദ് ഭാഗവതം, പിന്നെയോ ഇവിടെ ഈ 34, 35, 36 ശ്ലോകങ്ങൾ ചേർത്ത് പറയേണ്ടവയാണ്. നമുക്ക് 34 കഴിഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം. കാരണം ഈ 34-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇവിടം കൊണ്ട് പൂർണ്ണമാകുന്നതല്ല. പിന്നെ ചൈവ ദ്വാദശാക്ഷര ഏവച, ദ്വാദശാക്ഷര മന്ത്രം എന്ന് പറയുന്നത് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം. പിന്നെയോ അടുത്ത പറയുകയാണ് 35-ാമത്തെ ശ്ലോകം. ദ്വാദശാത്മാ പ്രയാഗശ്ച കാല സംവത്സരാത്മക ബ്രാഹ്മണാശ്ചാഗ്നിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ. ദ്വാദശാത്മാ എന്ന് പറഞ്ഞാൽ ഈ ദ്വാദശ ആദിത്യന്മാർ, 12 ആദിത്യന്മാർ ഉള്ളതായിട്ട് പറയാറുണ്ട്. അതിലൊന്നാണ് സൂര്യൻ. അപ്പോൾ ദ്വാദശ ആദിത്യന്മാർ, പിന്നെയോ പ്രയാഗശ്ച, പ്രയാഗമെന്ന തീർത്ഥസ്ഥലം ഏറ്റവും പുണ്യമായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് അല്ലേ പ്രയാഗം. അങ്ങനെയുള്ള ആ തീർത്ഥസ്ഥലം, പിന്നെയോ കാല സംവത്സരാത്മക, സംവത്സരാരംഭമായിട്ടുള്ള കാലം. ഏതൊരു സംവത്സരത്തിൻ്റെയും തുടക്കം ആയി അല്ലെങ്കിൽ ഇതിനെല്ലാം സാക്ഷിയായി നിൽക്കുന്നത് കാലമാണ്. ആ കാലം. പിന്നെയോ ബ്രാഹ്മണാശ്ച അഗ്നിഹോത്രം ച, ബ്രാഹ്മണ ച അഗ്നിഹോത്രം, ഇങ്ങനെ 3 വാക്കുകൾ അവിടെ വരുന്നുണ്ട്. അപ്പോൾ ബ്രാഹ്മണ എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരും, അഗ്നിഹോത്രം, അഗ്നിഹോത്രവും, പിന്നെയോ സുരഭിർദ്വാദശീ തഥാ, സുരഭീഹി ദ്വാദശി തഥാ, ഇങ്ങനെ 3 വാക്കുകളുണ്ട്. സുരഭിർദ്വാദശി, സുരഭിഹി ദ്വാദശി, ഇങ്ങനെ 2 വാക്കുകളാണ് വരുന്നത്. സുരഭി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കാമധേനു, സുരഭിയും, പിന്നെയോ ദ്വാദശി എന്ന് പറയുന്ന, ദ്വാദശി എന്ന് പറയുന്ന തിഥിയെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഥവാ മറ്റുള്ള തിഥികളിലേക്കാളൊക്കെയും ഏറ്റവും വിശേഷമായി കണക്കാക്കപ്പെടുന്നതാണ് ദ്വാദശി തിഥി. അങ്ങനെയുള്ളതും തഥാ, പിന്നെയോ തുളസീച വസന്തശ്ച പുരുഷോത്തമയേവച, 36-ാമത്തെ ശ്ലോകമാണ്. തുളസീച വസന്തശ്ച പുരുഷോത്തമ ഏവച ഏതേഷാം തത്വതഃ പ്രാജ്ഞേന പൃഥക് ഭാവ ഇഷ്യത്തെ. തുളസീച വസന്തശ്ച, തുളസീച തുളസിയും, വസന്തശ്ച വസന്ത ഋതുവും, അതായത് എല്ലാത്തിലും ശ്രേഷ്ഠമായിട്ടുള്ളതിനെയൊക്കെ ഇവിടെ എടുത്തു പറയുകയാണ്. ആ ഋതുക്കളിൽ വസന്തമാണെന്ന് പറയാറുണ്ട്, ഭഗവാൻ തന്നെ പറയുന്നു അല്ലേ. അപ്പോൾ ആ വസന്തവും പുരുഷോത്തമ ഏവച, സാക്ഷാൽ
പുരുഷോത്തമനായിട്ടുള്ള ശ്രീമൻ നാരായണനായിട്ടുള്ള ആ ഭഗവാനും ഏവച അത് ആ ഭഗവാൻ തന്നെയും പിന്നെയോ ഏതേഷാം തത്വതഃ പ്രാജ്ഞേന പൃഥക് ഭാവയിഷ്യതേ ഏതേഷാം ഇവയ്ക്കെല്ലാം ഏതേഷാം ഇവയ്ക്കെല്ലാം തന്നെയും തത്വതഃ തത്വത്തിൽ പ്രാജ്ഞൈർന പ്രാജ്ഞൈന ഇങ്ങനെ രണ്ട് വാക്കുകൾ ചേരുന്നതാണ് പ്രാജ്ഞൈർന. പ്രാജ്ഞൈ എന്ന് പറഞ്ഞാൽ ജ്ഞാനികൾക്ക്, ന പൃഥക് ഭാവയിഷ്യതേ ന എന്ന് പറഞ്ഞാൽ ഇല്ല, പൃഥക് ഭാവ ഭേദഭാവം, പൃഥക് എന്ന് പറഞ്ഞാൽ വെവ്വേറെ, അങ്ങനെ ആ ഒരു വെവ്വേറെ എന്നുള്ള ഭാവം ന ഇഷ്യതേ എന്ന് പറഞ്ഞാൽ കരുതുകയില്ല, കാണുകയില്ല. അപ്പോൾ ജ്ഞാനികളായിട്ടുള്ളവർക്ക് ഇതാണ് ഈ 3 ശ്ലോകങ്ങളിലായിട്ട് പറഞ്ഞു വെച്ചത്. ശ്രേഷ്ഠമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അങ്ങനെയുള്ളതിനെ ഓരോന്നിനെയും എടുത്തു പറയുകയാണ്. അങ്ങനെയുള്ളതിൽ വരുന്നതാണ് ഈ ശ്രീമദ് ഭാഗവതം. ഇവയ്ക്കൊന്നും തന്നെയും ഭേദഭാവം ജ്ഞാനികൾ കൽപ്പിക്കുന്നില്ല. ഭേദഭാവം കൽപ്പിക്കുന്നുണ്ടെങ്കിൽ അത് അജ്ഞാനിയാണെന്നുള്ളത് വ്യക്തമാണ്. അതാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. എന്തൊക്കെ പറഞ്ഞു? വേദാദിയായിട്ടുള്ള ആ പ്രണവ മന്ത്രം, വേദങ്ങളുടെയൊക്കെ മാതാവായിട്ട് കണക്കാക്കുന്ന ഗായത്രി മന്ത്രം, പുരുഷ സൂക്തം, പിന്നെയോ 3 വേദങ്ങൾ, സാമവേദം, ഋഗ്വേദം, യജുർവേദം, ഇവ 3, പിന്നെയോ ദ്വാദശാക്ഷര മന്ത്രം, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന ദ്വാദശാക്ഷര മന്ത്രം, അത് പിന്നെ 12 ആദിത്യന്മാർ, പ്രയാഗം എന്ന തീർത്ഥസ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അത്. പിന്നെയോ ഓരോ സംവത്സരത്തിൻ്റെ ആരംഭം എന്ന് പറയുന്ന കാലത്തിൽ നിന്നാണ് അല്ലേ? കാരണം കാലം എല്ലാത്തിൻ്റെയും ആദിയായിട്ടും എല്ലാത്തിനും അവസാനത്തിന് ശേഷവും നിലനിൽക്കുന്നതാണ്, സാക്ഷിയായി നിൽക്കുന്നതാണ്. കാരണം ഭഗവാൻ തന്നെ പറയുന്നു, സർവചരാചരങ്ങളിലും ഞാൻ ഉള്ളിൽ ജീവചൈതന്യമായിട്ടും ജീവാത്മാവായിട്ടും പുറമേ ഞാൻ കാലമായിട്ടും കുടികൊള്ളുന്നു എന്ന് ഭഗവാൻ തന്നെ പറയുന്നു. അപ്പോൾ ഭഗവാന് ആദ്യന്തരഹിതനാണെങ്കിൽ കാലം എന്ന ഭഗവത് സ്വരൂപവും ആദ്യന്തരഹിതമാണ്. അപ്പോൾ അങ്ങനെ എല്ലാ സംവത്സരങ്ങൾക്കും ആരംഭമായിട്ടുള്ള കാലം, ബ്രാഹ്മണര് അഗ്നിഹോത്രം എന്ന് വേണ്ട, പിന്നെ കാമധേനു, അതുപോലെ തന്നെ ദ്വാദശി തിഥി, പിന്നെ തുളസി, സസ്യങ്ങളിൽ ഏറ്റവും പരിപാവനമായിട്ടുള്ളതാണ്. അങ്ങനെയുള്ള തുളസി, വസന്ത ഋതു, പിന്നെ സാക്ഷാൽ ശ്രീമൻ നാരായണ ഭഗവാൻ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഭഗവാനും ഭാഗവത ഗ്രന്ഥവും രണ്ടും രണ്ടല്ല. ഇത് വ്യാസഭഗവാൻ തന്നെ ഈ ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. കഥാഭാഗവതസ്യാപി പ്രത്യക്ഷ കൃഷ്ണയേവ ഹി, ഭഗവാന്റെ പ്രത്യക്ഷ സ്വരൂപം തന്നെയാണ് ഈ ഭാഗവത കഥ എന്ന് പറയുന്നത്. ഇവിടെ അത് തന്നെ പറയുന്നു, ഇതൊക്കെ തമ്മിൽ ഭേദം കാണുന്നവർ അജ്ഞാനികളാണ്. ജ്ഞാനികൾക്ക് ഇവയ്ക്കിടയിലൊന്നും വെവ്വേറെ എന്നുള്ള ഒരു ഭേദമില്ല, എല്ലാം ഒന്നായി തന്നെ കാണാനുള്ള വിവേകം അവർക്കുണ്ട്. ഇനി നമുക്ക് ആ 3 ശ്ലോകം ഒന്നുകൂടി വായിക്കാം. വേദാതിർവേദമാതാ ച പൗരുഷം സൂക്തമേവ ച ത്രയീ ഭാഗവതം ചൈവ ദ്വാദശാക്ഷര ഏവ ച ദ്വാദശാത്മാ പ്രയാഗശ്ച കാലഃ സംവത്സരാത്മകഃ ബ്രാഹ്മണാശ്ചാഗ്നിഹോത്രം ച സുരഭിർദ്വാദശീ തഥാ തുളസീ ച വസന്തശ്ച പുരുഷോത്തമ ഏവ ച ഏതേഷാം തത്വതഃ പ്രാജ്ഞേന പൃഥക് ഭാവയിഷ്യതേ. 34-ാമത്തെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വേദാതിർവേദമാത, അവിടെ കൂട്ടക്ഷരമാണ് വേദമാത എന്നുള്ളത്, അവിടെ അപ്പം ശ്രദ്ധിക്കുക. അതുപോലെ പൗരുഷം സൂക്തമേവച, സൂക്തം ഏവ ആണ്, മായ്ക്ക് എ എന്നുള്ള ഒരു എകാരം കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ അടുത്തത് 35-ാമത്തെ ശ്ലോകത്തിൽ കാലഃ സംവത്സരാത്മക, അവിടെ 2ഇടത്തും വിസർഗമുണ്ട്. പിന്നെ അതേ ശ്ലോകത്തിൽ ബ്രാഹ്മണാശ്ചാഗ്നിഹോത്രം, അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ബ്രാഹ്മണ ച അഗ്നിഹോത്രം, അപ്പോൾ അഗ്നിഹോത്രം എന്നുള്ളത് ശ്രദ്ധിക്കുക. പിന്നെ 36-ാമത്തെ ശ്ലോകത്തിൽ തത്വത എന്നുള്ളിടത്ത് വിസർഗമുണ്ട്. പിന്നെ പ്രാജ്ഞേന, അവിടെ ന കൂട്ടക്ഷരമാണ്, അത് ശ്രദ്ധിക്കുക. ഇതിത്രയുമാണ് 36-ാമത്തെ ശ്ലോകത്തിൽ ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഇനിയും 37-ാമത്തെ ശ്ലോകം
യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേതർത്ഥതോനിശം ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയ. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ് 37-ാമത്തേത്. യശ്ച എന്ന് പറഞ്ഞാൽ യാതൊരാളാണോ ഭാഗവതം ശാസ്ത്രം, ഈ ഭാഗവത ശാസ്ത്രം വാചയേതർത്ഥതോനിശം, വാചയേത് അർത്ഥതോഹ അനിശം, ഇങ്ങനെ 3 വാക്കുകൾ ചേരുന്നതാണ് വാചയേതർത്ഥതോനിശം. വാചയേത് എന്ന് പറഞ്ഞത് പഠിക്കുന്നത്, പാരായണം ചെയ്യുന്നത്. പിന്നെയോ എങ്ങനെ അർത്ഥത്തോടു കൂടി ഒരാൾ പഠിക്കുകയോ വായിക്കുകയോ പാരായണം ചെയ്യുകയോ ചെയ്യുന്നത്. അനിശം, അനിശം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും എപ്പോഴും, അഥവാ ഇവിടെ നിത്യം എന്നർത്ഥം. അപ്പോൾ നിത്യം, കാരണം ഈ ഭാഗവതം വായിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ പറഞ്ഞു സദാസേവ്യ സദാസേവ്യ, എപ്പോൾ വേണമെങ്കിലും ഭാഗവതം വായിക്കാം, പഠിക്കാം. അതിന് സമയപരിമിതിയില്ല, രാത്രിയെന്നോ പകലെന്നോ ഇല്ല, തിഥി നോക്കണ്ട, മുഹൂർത്തം നോക്കണ്ട, സമയം നോക്കണ്ട, എപ്പോൾ വേണമെങ്കിലും പഠിക്കാവുന്ന ഈ ഒരു ഭാഗവതത്തെ, അതിനെ യാതൊരാളാണോ ഇതിനെ അർത്ഥത്തോടുകൂടി എല്ലായ്പ്പോഴും അല്ലെങ്കിൽ നിത്യവും പഠിക്കാൻ ശ്രമിക്കുന്നത്, ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയ. ജന്മകോടികൃതം, കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ ചെയ്തിട്ടുള്ള പാപം, ആ പാപങ്ങളെയൊക്കെയും നശ്യതേ നശിപ്പിക്കുന്നതാണ്. നാത്ര സംശയ, ന അത്ര സംശയ ആണ് നാത്ര സംശയ. നാത്ര എന്ന് പറഞ്ഞത് ഒട്ടും തന്നെയും, ന എന്ന് പറഞ്ഞാൽ ഇല്ല, ഒട്ടും തന്നെയും ഇല്ല, എന്ത് സംശയമേ ഇല്ല. അപ്പോൾ ഈ ഒരു ഭാഗവതത്തെ അതിപ്പോൾ ഒരു ശ്ലോകമായാലും, നമ്മൾ മുൻപ് പറഞ്ഞിരുന്നു, ഒരു 1/4 ശ്ലോകമായാൽ പോലും അർത്ഥത്തോടുകൂടി പഠിക്കാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പാരായണം ചെയ്യുന്നത് നിത്യവും, ഇവിടെ എല്ലായ്പ്പോഴും എന്ന് പറഞ്ഞ അല്പം കൂടി ഈ ഒരു ലൗകിക ജീവിതത്തിൽ നമ്മുടെ സൗകര്യാർത്ഥം എടുത്താൽ പോലും നിത്യവും പാരായണം ചെയ്യാനോ പഠിക്കാനോ ശ്രമിക്കുന്നവർക്ക് കോടി ജന്മങ്ങളായി ചെയ്തിട്ടുള്ള പാപങ്ങൾ മുഴുവൻ നശിക്കുന്നതാണ്. അതിലൊട്ടും തന്നെയും സംശയമില്ല എന്നിവിടെ തീർത്തു പറയുന്നു. ആര്? സനൽകുമാരാദി മഹർഷിമാർ. നോക്കൂ, അതിനപ്പുറം ഇനി എന്തുറപ്പാണ് വേണ്ട ഭാഗവതം പഠിക്കാൻ നമുക്ക്? നമ്മുടെ കോടിക്കണക്കിന് ജന്മങ്ങളിലൂടെ ചെയ്തിട്ടുള്ള എല്ലാ പാപങ്ങളും ഈ ഭാഗവത ഗ്രന്ഥം പഠിക്കുന്നതിലൂടെ നമുക്ക് ഇല്ലാതെയാവുന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. യശ്ച ഭാഗവതം ശാസ്ത്രം വാചയേതർത്ഥതോനിശം ജന്മകോടികൃതം പാപം നശ്യതേ നാത്ര സംശയ. ആ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: വാചയേതർത്ഥതോനിശം, അവിടെ വാചയേതർത്ഥ, അവിടെ ദായ്ക്ക് അകാരം കൊടുക്കുക. അതുപോലെ വാചയേതർത്ഥതോനിശം, അവിടെ ഒകാരം നീട്ടിയെടുക്കുക. അവിടെ ഒരു വിശ്ലേഷണമുണ്ട്. പിന്നെ അടുത്തത് നാത്ര, അവിടെ നാ അത്ര ആണ്, നാത്ര സംശയ, അവിടെ വിസർഗം വരുന്നത് കൊണ്ട് അവിടെ പകുതി ഹകാരത്തിൽ വായിച്ച് നിർത്താൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഹരേ കൃഷ്ണ. നമുക്ക് അടുത്ത ശ്ലോകം 38-ാമത്തെ ശ്ലോകം അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.